എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് തീരെ സഹകരിക്കുന്നില്ല എന്ന് വിചാരിക്കും. അത് ഒരു റെസ്പോൺസും തരുന്നില്ല, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് തരുന്നില്ല, നിങ്ങളെ ഹാങ്ങിങ്ങിൽ നിർത്താണ് എന്നുള്ളൊരു സിറ്റുവേഷൻ. ഓക്കെ, അപ്പം നിങ്ങളാണ് എപ്പോഴും ഒരു ചേസിങ് എനർജിയിൽ അവരുടെ പുറകെ പോകാറുള്ളത് എന്നിരിക്കട്ടെ. നിങ്ങൾ ഓൾ ഓഫ് എ സഡൻ തീരുമാനിക്കുകയാണ് നിങ്ങളിനി അങ്ങോട്ട് ചേസ് ചെയ്യുന്നില്ല, സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ്, മൂവ് ഓണെന്നും നിങ്ങൾ പറയുന്നില്ല, പക്ഷെ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്യുന്നില്ല, മെസ്സേജസ് അയക്കുന്നില്ല, സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അതായത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളൊരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്തായിരിക്കും പ്രതികരിക്കുക എന്ന് നോക്കിയാലോ. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ടുകളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സിറ്റുവേഷനൊക്കെ അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ. ഇത് ഒരു ജനറൽ ഗൈഡൻസിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, റീഡിങ്ങിലേക്ക് പോവാം. ഫയലായിട്ട് ചെയ്യുക കേട്ടോ. ഫയൽ നമ്പർ 1, ഫയൽ നമ്പർ 2, ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തോളൂ. ഓക്കെ, ആദ്യം ഫയൽ നമ്പർ 1 ആർക്കുള്ളതെന്ന് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിന് ഇഷ്ടമുള്ളൊരു വ്യക്തിയുണ്ട്, അവർക്കൊരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ എൻ്റെ വ്യൂവേഴ്സ് തീരുമാനിച്ചാൽ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും? പല കാരണങ്ങൾ കൊണ്ട് എൻ്റെ വ്യൂവേഴ്സ് അവരുടെ പേഴ്സൺ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആലോചിച്ചാൽ ആ പേഴ്സൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും? എൻ്റെ വ്യൂവേഴ്സ് അവർക്കൊരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ തീരുമാനിച്ചാൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും? അവരൊരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ. ഒരു കാർഡ് താഴെ പോയിട്ടുണ്ടായിരുന്നു, നോക്കാം കേട്ടോ. 7 of Cups, Page of Pentacles. ഒരു മിനിറ്റ്, 3 കാർഡ് വീണിരുന്നതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ല. 9 of Cups, Queen of Pentacles, 2 of Cups, Lovers, Page of Cups, 8 of Pentacles, 10 of Swords, Queen of Cups, Knight of Swords, Death, Rebirth, bottom of the deck, 9 of Wands, clarify 10 of Swords, clarify 10 of Swords, clarify 10 of Swords, 3 of Cups. ഓക്കെ, നിങ്ങളൊരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കൺഫ്യൂസ്ഡ് ആവും. നിങ്ങളുടെ സ്വഭാവം അങ്ങനെയല്ല, കാരണം നിങ്ങൾ എപ്പോഴും ചേസ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഇവർക്ക് ആകെ കൺഫ്യൂസായി, ഓവർ തിങ്കിങ് ആയി, ടെൻഷനായി, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ആവും. കാരണം നമ്മളിപ്പോൾ എന്താണ്, അവർ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആണ്. ഓക്കെ, നിങ്ങൾ എവിടെയും പോകുന്നില്ല, നിങ്ങൾ എത്ര നിങ്ങൾക്ക് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തന്നാലും നിങ്ങൾ അത് ക്ഷമിച്ചും സഹിച്ചും കൂടെ നിൽക്കും എന്നുള്ളൊരു ചിന്ത അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു സൈലൻ്റായിട്ട് നിങ്ങളൊന്നും മിണ്ടാതെ പ്രതികരിക്കാതെ ഇരുന്നാൽ അവരാകെ ആടി ഒലഞ്ഞു പോകും കേട്ടോ. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ആകും. ഉടനെ നിങ്ങളുടെ അപ്ഡേറ്റ്സ് ഇൻസ്റ്റഗ്രാം, മറ്റ് സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം ഇവരെടുത്തു നോക്കും. നിങ്ങൾക്ക് എന്ത് പറ്റി, അവിടെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നുള്ള രീതിയിൽ അവർ തീർച്ചയായിട്ടും എന്തെങ്കിലും രീതിയിൽ ഒരു ന്യൂസ് കളക്ട് ചെയ്യാൻ നോക്കും കേട്ടോ.
ചിലപ്പോൾ ഒരു കോളോ ഒരു മെസ്സേജോ ഒക്കെ ചെയ്ത് നോക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, കോൾ മെസ്സേജ്, പിന്നെന്താണ്, നേരിട്ട് വന്ന് കാണാമെന്ന് പറയാം. ഓക്കെ, അങ്ങനെയെല്ലാം ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അവർക്ക് ജീവിതത്തിൽ ബാക്കിയെല്ലാം ഉണ്ട്, പക്ഷെ അവർ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇമോഷണൽ രീതിയിൽ അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെയാണ് നിങ്ങൾ. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ടാണ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിപ്പോയത്. നിങ്ങൾ ഇന്നും അവരെ ചൂസ് ചെയ്യുന്നു, അവരെ സ്നേഹിക്കുന്നു, അവരും നിങ്ങളെ മൈൻഡ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ 100% കൊടുക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അത് വിട്ടുകളയാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. ക്വീൻ ഓഫ് പെൻഡക്കിൾസ് ഒന്ന് നോക്കട്ടെ. ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻഡക്കിൾസ്. ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻഡക്കിൾസ്. ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻഡക്കിൾസ്. ദ മൂൺ. ഇൻസെക്യൂരിറ്റി വരും. എന്താണെന്നറിയോ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഉറച്ചൊരു തീരുമാനം എടുക്കാൻ കാര്യം എന്താണ്? എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ധൈര്യം കിട്ടിയത് എന്നുള്ളൊരു, മറ്റാരെങ്കിലും പറഞ്ഞ് തിരിപ്പിച്ചതായിരിക്കുമോ? മറ്റാരെങ്കിലും നിങ്ങളുടെ കൂടെ ചേർന്നോ? നിങ്ങൾക്ക് എങ്ങനെ ഇത്ര സ്വയം പര്യാപ്തത വന്നു? നിങ്ങൾ എങ്ങനെ ഇത്ര ധൈര്യമായി ഈ കാര്യത്തിനെ അപ്രോച്ച് ചെയ്തു? ഇത് കുറച്ച് ടോക്സിക് ആയിട്ടുള്ള പാർട്ട്ണർ ആയിരിക്കും കേട്ടോ, ഇങ്ങനെ ചിന്തിക്കുന്നത്. അപ്പം നിങ്ങളെ മറ്റാരെങ്കിലും ട്രിഗർ ചെയ്തതായിരിക്കും, മറ്റാരെങ്കിലും പറഞ്ഞു തന്ന ഐഡിയ ആയിരിക്കും അങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയതാവാം, അതിൻ്റെ അഹങ്കാരമാണ് നിങ്ങളെ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവരും ഉണ്ട്. ഓക്കെ, എല്ലാവരും അങ്ങനെയല്ല, പക്ഷെ ചില പർട്ടിക്കുലർ ആൾക്കാർ, കുറച്ച് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയും ചിന്തിക്കാം. നിങ്ങൾ സ്വയം പര്യാപ്തത നേടി സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചു, അല്ലെങ്കിൽ മൂന്നാമതൊരാൾ നിങ്ങളെ ട്രിഗർ ചെയ്യുന്നു എന്നുള്ള രീതിയിലും ചിലർ ചിന്തിക്കും കേട്ടോ. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഒരുപാട് പേരുടെ എനർജി കണക്റ്റ് ആവും. ഏതാണോ റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക കേട്ടോ. മറ്റ് ചിലർ റീയൂണിയന് വേണ്ടി ഓടി വരികയും ചെയ്യും. ഓക്കെ, കാരണം അവർക്ക് നിങ്ങളോട് യഥാർത്ഥ സ്നേഹമാണ്. പല സിറ്റുവേഷൻസിൽ പെട്ടിട്ടായിരിക്കണം ഇവർ നിങ്ങളുടെ അടുത്ത്, എസ്പെഷ്യലി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ള സ്ഥലത്തായിരിക്കണം ഒരുപക്ഷെ ഇവർ ഹെൽപ്ലെസ് ആയിട്ട് നിന്നിട്ട് പ്രോപ്പറായിട്ട് ഒരു റെസ്പോൺസോ ഒരു കമ്മിറ്റ്മെൻറ്റോ നിങ്ങൾക്ക് തരാൻ പറ്റാതെ ഇരിക്കുന്നത്. അങ്ങനെയുള്ളവർ എത്രയും വേഗം നിങ്ങളെ വന്ന് കണ്ട് നിങ്ങൾ എന്താണ് സംഭവിച്ചത്, എന്താ കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കുന്നത്, അറിയില്ലേ സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങളെടുത്ത് സംസാരിക്കാൻ ശ്രമിക്കും കേട്ടോ. എന്നിട്ട് പറയും നിങ്ങളെ വലിയ ഇഷ്ടമാണ്, ഓക്കെ, നിങ്ങളോട് സ്നേഹം തന്നെയാണ്, സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ അവർ നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. പേജ് ഓഫ് കപ്സ് വെച്ച് വീണ്ടും കമ്മ്യൂണിക്കേഷന് വേണ്ടി അവർ ശ്രമിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. അനുനയിപ്പിക്കാൻ ഉള്ള, സ്നേഹപൂർവ്വം അനുനയിപ്പിക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നാണ് കാണുന്നത്. ഓക്കെ, 8 ഓഫ് പെൻഡക്കിൾസ് വെച്ച് അവർ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. അവർക്ക് ജോലിയിൽ ഭയങ്കര തിരക്കാണ്, അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതാണ്, അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തേ പറ്റൂ, കരിയറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ കുറച്ച് കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ ആ സ്ഥലത്താണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്, അതിൻ്റെ തിരക്കുകളാണെന്നറിയില്ലേ, അതിനുശേഷം കോണ്ടാക്റ്റ് വരുന്നതാണ്, തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്നുള്ള രീതിയിൽ പറയുന്നവരും ഉണ്ട് കേട്ടോ. മറ്റു ചിലർ അവർ ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആണെങ്കിൽ ഉടനെ ഏതെങ്കിലും സുഹൃത്തുക്കളെയോ ആരെങ്കിലും ഒക്കെ വിളിച്ച്, നിങ്ങളുടെ ആവാം അവരുടെ ആവാം, നിങ്ങളുടെ അടുത്തൊന്ന് സംസാരിക്കാൻ, അന്വേഷിക്കാൻ പറയും. എന്ത് പറ്റി, വറീഡായിട്ടേ, എന്തുകൊണ്ടാണ് കോണ്ടാക്റ്റ് ചെയ്യാത്ത എന്നൊരു വറി വരുന്നത് കാരണം നിങ്ങൾ ഓക്കെ അല്ലേ എന്നുള്ള രീതിയിൽ അന്വേഷിക്കാനായിട്ട് അവരുടെ സുഹൃത്തുക്കളെ ആരെങ്കിലും ചട്ടം കെട്ടുകയോ അങ്ങനെ എന്തെങ്കിലും ഏർപ്പാടാക്കുകയോ ഒക്കെ ചെയ്യുന്ന ആ ഒരു രീതിയും ചിലർ ചെയ്യും കേട്ടോ. ക്വീൻ ഓഫ് കപ്സ് വെച്ച് ഇവർ ഇമോഷണലി അങ്ങ് ആടിപ്പോവും കേട്ടോ. കാരണം അവർ നിങ്ങളെ നോ കോണ്ടാക്റ്റിലിട്ടാൽ അവർക്ക് കുഴപ്പമില്ല, നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നത് നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം ഒരു ആക്ഷൻ എടുത്ത് ഓടി എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത വണ്ടി പിടിച്ച് നിങ്ങളെ കാണാൻ വേണ്ടി ഓടിയെത്തും എന്ന് തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ പ്രശ്നങ്ങളെല്ലാം പോട്ടെ, അതെല്ലാം അവിടെ തീരട്ടെ, നമുക്കൊരു ന്യൂ ബിഗിനിങ്ങിലേക്ക് വരാം എന്നുള്ള രീതിയിൽ മറ്റു ചിലർ നിങ്ങളെ അപ്രോച്ച് ചെയ്യും. ക്ലാരിഫൈ 9 ഓഫ് വാൻഡ്സ്. ക്ലാരിഫൈ 9 ഓഫ് വാൻഡ്സ്. ക്ലാരിഫൈ 9 ഓഫ് വാൻഡ്സ്. ഡിവൈനെ അപ്രോച്ച് ചെയ്യുമെന്ന് കാണുന്നു. ഉടനെ പ്രാർത്ഥിക്കും. കാരണം അവർക്ക് ജെനുവിനായിട്ടുള്ളൊരു തടസ്സമായിരിക്കും അവിടെ. ഓക്കെ, അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് അപ്പോഴും എത്തണമെന്ന് വിചാരിച്ചാൽ പോലും എത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ അവർ റെസ്ട്രിക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവർ ഉടനെ ഡിവൈനെ വിളിച്ച് പ്രാർത്ഥിക്കും. അവർക്കങ്ങനെ വിട്ടു പോകാനുള്ളൊരു ബുദ്ധിയൊന്നും തോന്നിക്കരുത് എന്നുള്ള രീതിയിൽ
അവർ ഡിവൈനെ വിളിച്ച് പ്രാർത്ഥിക്കും എന്നും കാണുന്നു. ഓക്കെ, ഇതായിരുന്നു പൈൽ 1കാർക്ക്. ഓക്കെ, ഇനി പൈൽ 2കാരുടെ നോക്കാം. പൈൽ നമ്പർ 2കാർക്ക് കേട്ടോ. ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സ് അവരുടെ പേഴ്സണ് ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ തീരുമാനിച്ചാൽ അവരുടെ പേഴ്സൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും? എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അവരുടെ പേഴ്സണ് ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ തിരിഞ്ഞാൽ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും? അതെടുക്കാം. ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അവർക്ക് കിട്ടിയാൽ അവരുടെ പേഴ്സൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു? 4 of Wands ആയിരുന്നു കേട്ടോ. Queen of Wands, Knight of Wands, 6 of Pentacles, Ace of Swords, Hanged Man, 4 of Swords, okay, 3 of Cups, the Sun, Page of Wands, King of Pentacles, Empress, Hermit. സങ്കടപ്പെട്ടൊക്കെ ഇരുന്ന് കളയും നിങ്ങളുടെ പേഴ്സൺ. ആദ്യമായിട്ട് എന്ത് ചെയ്യും? ഒരു പ്രപ്പോസലുമായിട്ട് ഓടി വരും നിങ്ങളെ, അതായത് ഒരു കമ്മിറ്റ്മെൻറ്റിന് തയ്യാറായിട്ട് അവർ മുന്നോട്ട് വരും കേട്ടോ. അതൊരു ലവ് പ്രപ്പോസൽ അക്സെപ്റ്റൻസ് ആവാം, അല്ലെങ്കിൽ ഒരു മാരേജ് പ്രപ്പോസൽ അക്സെപ്റ്റൻസ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഓടിയെത്തും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് മാറില്ല എന്ന് അവർക്ക് നല്ലപോലെ അറിയാം. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ ആ ക്യാരക്ടർ അവർക്ക് പേടിയുമാണ് കേട്ടോ. നിങ്ങൾ വിട്ടുപോകാനൊക്കെ പെട്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെ ചെയ്യുമെന്ന് അവർക്കറിയാം. അത് കാരണം ആ ഒരു റെസ്പെക്റ്റും ഉണ്ട് അവർക്ക്. അപ്പോൾ അത് അവർ പറയും, നിങ്ങളുടെ അടുത്ത് വന്ന് പറയും, അങ്ങനെ വിട്ടുപോരുത്, അങ്ങനെ തീരുമാനം എടുക്കരുത്, എന്താ സംസാരിക്കാത്തത്, എന്താ എനിക്ക് മെസ്സേജ് അയക്കാത്തത് എന്നുള്ള രീതിയിൽ അവർ ചോദിക്കും കേട്ടോ. നൈറ്റ് ഓഫ് വാണ്ട്സ് വെച്ച് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ഒരു തീരുമാനവുമായി സ്പീഡി ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നും കാണുന്നുണ്ട്. 6 of Pentacles വെച്ച് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും കൂടി ഏറ്റെടുക്കാൻ അവർ തയ്യാറാണ് എന്നുള്ള രീതിയിൽ അവർ നിങ്ങളുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, അതായത് ഒരു ഈക്വൽ ഗിവൺ ടേക്കിലെത്താം. നിങ്ങളുടെ സ്നേഹം കൈപ്പറ്റി നിങ്ങൾക്ക് സ്നേഹം തരാൻ അവർ തയ്യാറാണ് എന്നുള്ള രീതിയിൽ അവർ പറയും. ഏസ് ഓഫ് സ്വാർട്സ് വെച്ച് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്, നിങ്ങളെ ഒഴിച്ചുകൂടാനാവാത്ത വ്യക്തിയാണ് നിങ്ങൾ എന്ന് അവർക്ക് കൃത്യമായും മനസ്സിലാവും. എന്തെങ്കിലും ആ ഒരു റിയലൈസേഷൻ അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് തന്നെയാണ് കാണുന്നത്. ചിലരെങ്കിലും ചില സിറ്റുവേഷൻസിൽ, എസ്പെഷ്യലി തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നവർ ഉണ്ടായിരിക്കും കേട്ടോ. അവർ വല്ലാതെ സ്ട്രെസ്സാവും എന്ന് കാണുന്നു. വല്ലാതെ സ്ട്രെസ്സായി ഉറക്കം നഷ്ടപ്പെട്ട്, കാരണം പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ അവർക്ക് സാധിക്കില്ല. വല്ലാത്ത സ്ട്രെസ്സ് അനുഭവിക്കും. അവരുടെ സുഹൃത്തുക്കൾ വഴി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അവർ നിങ്ങളുടെ വേറെ ബോട്ട്സ് നിങ്ങൾ ഓക്കെ അല്ലേ, എന്താണ് വിളിക്കാത്തത് എന്നൊക്കെയുള്ള രീതിയിൽ അവർ ആ രീതിയിൽ അപ്രോച്ച് ചെയ്ത് അന്വേഷിക്കാൻ ശ്രമിക്കും എന്നും കാണുന്നു കേട്ടോ. സൺ വെച്ചാൽ നിങ്ങൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പോസിറ്റീവായ വ്യക്തിയാണ്. നിങ്ങളെ വിട്ടുകളയാൻ അവർക്ക് സാധിക്കില്ല എന്ന് തന്നെ അവർ നിങ്ങളെ വിളിച്ച് പറയും കേട്ടോ. നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ എത്താൻ അവർ കഴിയുന്നതും ശ്രമിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, പേജ് ഓഫ് വാണ്ട്സ് വെച്ച് നിങ്ങൾ മൊത്തം കമ്മ്യൂണിക്കേഷനിലേക്ക് അവരെത്തും എന്ന് തന്നെ കാണുന്നു. ഈ പറഞ്ഞ എല്ലാ സിറ്റുവേഷൻസിലും ഏതെങ്കിലും രീതിയിൽ അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഓൺലൈൻ നിങ്ങൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഇൻസ്റ്റയിലാവട്ടെ, ഫേസ്ബുക്കിലാവട്ടെ, വാട്സാപ്പിലാവട്ടെ, എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഇട്ടിട്ടുണ്ടോ, നിങ്ങൾ ഓക്കെ അല്ലേ എന്നുള്ള രീതിയിൽ അവർ അറിയാൻ ശ്രമിക്കും എന്നും കാണുന്നു. കിങ് ഓഫ് പെൻഡക്കിൾസ് വെച്ച് നിങ്ങളുടെ അടുത്ത് അവർ പറയും, വിളിക്കുമ്പോൾ അവർ പറയും, എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് അറിയില്ലേ, എൻ്റെ റെസ്പോൺസിബിലിറ്റീസിൻ്റെ ഭാരം കാരണമാണ് ഞാൻ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാത്തത്, എപ്പോഴും വിളിക്കാൻ പറയാത്തത്, ജോലി തിരക്കാണ്, വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ്, ഒരുപാട് ചുമതലകൾ എൻ്റെ ചുമലിലുണ്ട്, അതാണ് അവിടെ തടസ്സം, മനസ്സിലാക്കൂ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. നിങ്ങളെ വിട്ടു പോവരുത്, വെയിറ്റ് ചെയ്യൂ എന്നുള്ള രീതിയിൽ അവർ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും കേട്ടോ. നിങ്ങൾ അവരുടെ ലൈഫിൽ എംപ്രസ് ആണ് എന്നും അവർ പറയും. നിങ്ങളെ വിട്ടിരിക്കാനൊന്നും അവർക്ക് സാധിക്കില്ല. നിങ്ങൾക്ക് പകരമായിട്ട് അവരുടെ ജീവിതത്തിൽ ആരും ഇല്ല എന്ന് തറപ്പിച്ച് തന്നെ അവർ പറയും കേട്ടോ. നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യാൻ അവർ തയ്യാറാണ് എന്നുള്ള രീതിയിൽ അവർ പറയും. ഹെർമിറ്റ് വെച്ച് വല്ലാത്തൊരു ഒറ്റപ്പെടലിലേക്ക് അവർ പോയി കളയും. വല്ലാത്ത സങ്കടവും ഡിപ്രഷനും ഒക്കെ ആയിട്ട് ഒരു വളരെ മോശം സ്ഥിതിയിലാവും
എന്നും കാണുന്നു. ഒരു ഉറച്ച തീരുമാനവുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തും എന്നും കാണുന്നുണ്ട്. ഒന്ന് ഷഫിൾ ചെയ്തിട്ടെടുക്കാം കേട്ടോ. എയ്റ്റ് ഓഫ് സ്വാർഡ്സ് വീണ്ടും ഓവർ തിങ്കിങ്, സങ്കടം, ദേഷ്യം എല്ലാം കൂടി അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും എന്നും കാണുന്നുണ്ട്. ഓവർ തിങ്കിങ്ങിലേക്ക് അവരെ വല്ലാതെ വീഴുന്നതായിട്ടും ഇനി എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ വരുമല്ലോ. അങ്ങനെ ഒരു എന്താ പറയുക, അവർ വിട്ടുപോവുകയാണോ എന്നൊക്കെയുള്ള ഒരു ഇൻസെക്യൂരിറ്റി അവിടെ ഫീൽ ചെയ്യുകയും ചെയ്യും കേട്ടോ. വീൽ ഓഫ് ഫോർച്യൂൺ, ഈ സിറ്റുവേഷൻ എല്ലാം മാറി വരും, നിങ്ങൾ ഉടനെ വിളിക്കും എന്നൊരു ശുഭാപ്തി വിശ്വാസം അവർക്കുണ്ട്. കാരണം നിങ്ങളെ അവർക്ക് നന്നായിട്ട് അറിയാം. അവരെ വിട്ടുപോകാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് തന്നെ അറിയാം. അപ്പോൾ അങ്ങനെ വിളിക്കാതിരിക്കില്ല, വിളിക്കും എന്നുള്ളൊരു ഹോപ്പ് ഉണ്ടല്ലോ, അതിൽ പിടിച്ച് നിൽക്കും എന്നും കാണുന്നുണ്ട് കേട്ടോ. ഉടനെ വിളിക്കും, ഇന്ന് വിളിക്കും, നാളെ വിളിക്കും എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യുമെന്നും കാണുന്നു. മൂൺ വെച്ചിട്ടൊരു ഇൻസെക്യൂരിറ്റിയും തോന്നും. ഓക്കെ, അതായത് മൂന്നാമത് ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണോ നിങ്ങൾ അങ്ങനെ അവരെ ബ്ലോക്ക് ചെയ്തത്, ബ്ലോക്കല്ല, നിങ്ങൾ അവരെ വിളിക്കാതിരിക്കുന്നത് എന്നും അവർക്കൊരു സംശയം തോന്നും. കാരണം നിങ്ങൾ അങ്ങനെ വിളിക്കാതിരിക്കുന്ന ഒരു വ്യക്തിയല്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ചേസിങ് നിർത്തിയത്? മൂന്നാമതൊരാൾ നിങ്ങളുടെ ഇടയിൽ വന്നു കാണുമോ എന്നൊക്കെ ഒരു ടെൻഷൻ അവർക്ക് തോന്നും എന്നും കാണുന്നു. ഓവർ തിങ്കിങ്, ഞാൻ പറഞ്ഞില്ലേ 7 ഓഫ് കപ്സ്, ഓവർ തിങ്കിങ്ങിലേക്ക് വീണു പോകുന്ന ഒരവസ്ഥ അവർക്ക് ഉണ്ടാവും എന്നും കാണുന്നു. ഒരേ ഒരു കാർഡ് കൂടി, പേജ് ഓഫ് സോർട്സ്. തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിക്കേഷനിൽ അവർ വിളിച്ചു നോക്കും നിങ്ങളെ, നിങ്ങൾ ഫോൺ എടുക്കുന്നുണ്ടോ എന്താണ്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇട്ട് നോക്കും നിങ്ങളുടെ റിപ്ലൈ വരുന്നുണ്ടോ, എന്താണ് സ്ഥിതി എന്നൊക്കെ ഒന്ന് വിളിച്ചു നോക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലായിട്ട് കാണുന്നു കേട്ടോ. അപ്പോൾ ആരും ചുമ്മാ ഇരിക്കുകയൊന്നുമില്ല. 2 പൈലുകാർക്കും കണ്ടത് എന്താണ്, എന്തെങ്കിലും ഒരു ആക്ഷൻ നിങ്ങൾക്കായിട്ട് എടുക്കുമെന്ന് തന്നെയാണ് അല്ലേ. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ റീഡിങ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്ത് തരണേ, കമൻറ്റും കൂടെ ചെയ്യുക കേട്ടോ. പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.